ഹലോ ഗൈസ്, അപ്പം ഞാനും റെഡിയായി, കേശൂട്ടനും റെഡിയായി, അമ്മമ്മയും റെഡിയായി അല്ലേ? എവിടെയാ പോവാ? മുത്തപ്പന് ഗൈസ്. മുത്തപ്പൻ മാത്രമല്ല, അവിടെ വേറെ ഏതെല്ലാം ദൈവം ഉണ്ടല്ലേ? ശാസ്തപ്പനുണ്ട്, ഗുളികനുണ്ട്, ഭഗവതി ഉണ്ട്, കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനെല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ കേശൂട്ടാ? അപ്പം നമ്മളെല്ലാവരും എവിടെ പോന്നു? തെയ്യം കാണാൻ പോന്നു. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ ഇവിടുത്തെ കാവിൽ ഇന്ന് നല്ല അടിപൊളി തെയ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ തെയ്യം കുറേ പല ടൈപ്പ് തെയ്യം ഉണ്ട്. അപ്പം നമ്മൾ നേരെ കാവിലേക്ക് പോകാനുള്ള റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. ഇതാണ് കേശുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് പോയി. ഇനിയിപ്പോൾ കാശീനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കാശി വരാൻ, കാശി ഉച്ചവരെ സ്കൂളിൽ പോയിന്. അപ്പോൾ ഇനിയിപ്പോൾ കാശിയും കൂടെ വന്നാൽ സെറ്റായി. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി മെല്ലനെ വെയിലെല്ലാം കൊണ്ട് പോവാം. കുട എടുത്താൽ ശരിയാവില്ല. അപ്പോൾ അവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിക്കുമ്പോൾ കുടയെല്ലാം പിടിച്ച് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുടയൊന്നും എടുക്കുന്നില്ല. വെയിലത്ത് നല്ലോണം കരിഞ്ഞു പോവാം. അപ്പോൾ കാശി അങ്ങനെ എത്തി. കാശീനെ ആട്ടം കൂട്ടി വന്നു. ഇനിയിപ്പോൾ അച്ഛനും മക്കളും സ്കൂട്ടി എടുത്തിട്ട് കാവിലേക്ക് പോയി. ഞാനും അമ്മയുണ്ട്. നമ്മൾ നടന്നിട്ട് പോകാൻ വേറെ ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ, ഒരുമിച്ച്. അപ്പം നമ്മളങ്ങനെ കാവിലെത്തി. അപ്പോൾ ഇതാണ് കാവ്. ഇത് മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുത്തപ്പൻ മാത്രമല്ല, അപ്പം ഞാനവിടെ ഇരിക്കുന്നുണ്ട്. താഴെ എൻ്റെ റിലേറ്റീവ്സും ഉണ്ട്. അപ്പം ഞാനും കേശുവും പിന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം ഉണ്ട് ചുറ്റും. അപ്പോൾ ഇത് മുത്തപ്പൻ. അപ്പോൾ കാവിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സെൽഫി ഒരുമിച്ചെടുത്ത വീഡിയോ വേറെ ആരുമല്ല, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്. പക്ഷേ ആരൊക്കെയാണ് കേട്ടോ. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഫ്രണ്ടാണോ അല്ല എൻ്റെ ചേച്ചിയാണോ ഒന്നും പറയാനില്ല. ചേച്ചീൻ്റെ പേര് ബേബി, ആൾ ടീച്ചറാണ്. അപ്പോൾ നമ്മൾ നല്ല കമ്പനിയാട്ടോ. അപ്പോൾ അവിടെ വെച്ച് കുറേ നാളിന് ശേഷം കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ സന്തോഷത്തിൽ ഞാനൊന്ന് വീഡിയോയിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിപ്പം കാവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ അമ്മ ഓരോ തെയ്യങ്ങളെയും പോയി തൊഴുത്. അമ്മേൻ്റെ പിറകിൽ രണ്ടാളും ഉണ്ട്. കാശിയും ഉണ്ട്, കേശുവും ഉണ്ട്. അമ്മമ്മേൻ്റെ പിറകെ നടന്നാൽ മാത്രമേ കയ്യിൽ എന്തെങ്കിലും തടിയോ. അതുകൊണ്ട് തന്നെ രണ്ടാളും പിറകെ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ തെയ്യങ്ങളും. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത്, ഈ ദൈവത്തിൻ്റെ പേര് ശാസ്തപ്പൻ. അതുപോലെ ഇത് നമ്മുടെ ഇളയെടുത്ത് ഭഗവതി എന്നുള്ള പേരുള്ള ഒരു തെയ്യമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു തറവാട്. അപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലുള്ള ഒരു തറവാടാണ്. അപ്പോൾ ഇത് ആ തറവാട്ടിലുള്ള ആൾക്കാർ നടത്തുന്ന ഉത്സവമാണെങ്കിൽ പോലും നാട്ടുകാരെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രാട്ടോ. അപ്പോൾ നല്ല അടിപൊളി അന്നദാനവും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ കേശുവിന് ഒരു ചോക്കോബാർ ഞാനും കൂടി കഴിച്ചു. അതിനുശേഷം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള തെയ്യം, നമ്മുടെ ശാസ്തപ്പൻ. അപ്പോൾ ഇത് നമ്മുടെ ശാസ്തപ്പൻ്റെ മുടി അഴിക്കുന്ന ഒരു ലാസ്റ്റ് അവസാന ഭാഗമാണ്. അപ്പം നമ്മൾ ഉച്ച സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ നമ്മളെല്ലാ തെയ്യങ്ങളുടെയും മുടി അഴിക്കലൊക്കെ കണ്ട് കുറേ സമയം ഇരുന്ന് ശരിക്കും വീട്ടിലെത്തുമ്പോൾ രാത്രിയായിന്. അപ്പോൾ ഇതാ നമ്മുടെ ശാസ്തപ്പൻ. എന്തെല്ലോ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ മുടി അഴിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇതാ മുടിയെല്ലാം അഴിച്ച് അവിടെ ഇരുത്തി. അതിന് ശേഷം എന്തെല്ലോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യങ്ങളുടെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ കാവുകളിലും ക്ഷേത്രങ്ങളിലും
ശരിക്കും തെയ്യത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ക്ഷേത്രങ്ങളിൽ കയറുമ്പം തന്നെ പ്രത്യേക ഒരു സ്മെല്ലും ഒരു കാര്യങ്ങളും, ഇങ്ങനെ ആൾക്കാരും ചന്തകളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മുത്തപ്പനും തിരുവപ്പനും കൂടി ഒരുമിച്ച്, ഞാനിത് പറശ്ശിനിക്കടവിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പിന്നെ കാണുന്നത് ഇവിടെ നമ്മളെ നാട്ടിലുള്ള ഈ ക്ഷേത്രത്തിൽ, കാടയങ്കണ്ടി ശ്രീ മുത്തപ്പ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര്, അപ്പോൾ ഇതാ മുത്തപ്പനും തിരുവപ്പനും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ തെയ്യം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവപ്പൻ്റെ മുടി അഴിക്കലാട്ടോ. അപ്പോൾ അത് മുടി അഴിച്ച് എടുത്ത് വെച്ചു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ മുത്തപ്പൻ്റെ മുടി അഴിക്കലും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തെയ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 2 ദിവസത്തെ പരിപാടിയാട്ടോ, തലേന്നും അതുപോലെ തന്നെ പിറ്റേന്നും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുത്തപ്പൻ്റെ മുടിയും കൂടി അഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തപ്പനും അതുപോലെ മുടിയഴിക്കുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ, എന്തെല്ലോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം അവസാനമായതുകൊണ്ട് തന്നെ, വൈകുന്നേര സമയത്തായതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കുറഞ്ഞു വന്നു. അപ്പം നല്ല വൃത്തിയിൽ കാണാൻ പറ്റി. ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഒന്ന് നല്ല വൃത്തിയിൽ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് മുമ്പിൽ കുറേ ആൾക്കാർ വന്ന് നിന്ന്. അപ്പോൾ പിന്നെ ഞാൻ മുമ്പിൽ കയറി എടുക്കാൻ നിന്നിട്ടില്ല. ഇനിയിപ്പം മുത്തപ്പൻ്റെ മുടി ഓരോന്നായിട്ട് അതിൻ്റെ പൂക്കളും ഒക്കെ പറിച്ച് മാറ്റി ആ മുടി അഴിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് നിറയും കേട്ടോ. സത്യമായിട്ട് നമ്മുടെ നെഞ്ചിൽ തട്ടിയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ അവസാനം നമ്മുടെ മുത്തപ്പൻ മുടി അഴിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുത്തപ്പൻ മുടി അഴിക്കുന്നത് വരെ ഞാനൊരു തെയ്യം ഇങ്ങനെ കാണുന്നത്. ശരിക്കും നമ്മൾ കണ്ട് പോയി തൊഴുത് അത് നമ്മൾ കഴിയുന്നവരെ ആരും അങ്ങനെ നിൽക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം മനസ്സിൽ ഞാൻ അത്രയും ഉറപ്പിച്ചിരുന്നു, എനിക്ക് എന്തായാലും മുടി അഴിക്കുന്നവരെ കണ്ട് മടങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ടൈം ഞാൻ നോക്കി, ഞാൻ ആ ഒരു തെയ്യത്തെ മൊത്തം വാച്ച് ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി. അപ്പോൾ ആ മുത്തപ്പൻ മുടിയഴിച്ച് മാറ്റി. അതോടെ ഈ വർഷത്തെ തെയ്യക്കോലം അവിടെ അവസാനിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തോ ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഉഷാമ്മേനെ അറിയില്ലേ? നമ്മൾ മടങ്ങുമ്പം ഏകദേശം ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നല്ലോണം കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടൊരു സമാധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ഇനി കുറച്ച് നാൾ ചിലപ്പോൾ ഇതുപോലെ കാവുകളിലും ക്ഷേത്രങ്ങളിലുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ വരാനിരിക്കുന്നത്.